യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ കേൾക്കുക മാത്രമല്ല എനിക്കുണ്ടായത്, എനിക്ക് ഹൃദയത്തിൽ അത് മനസ്സിലായി. ഹൃദയത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യത്തെ മാത്രമേ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടു. ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടത് ഞാൻ ചെറുപ്പം മുതലേ കേൾക്കുന്ന കാര്യമാണ്. കാരണം ഞാൻ ക്രിസ്ത്യാനിയായിട്ടാണ് ജനിച്ചു വളർന്നേ. പക്ഷേ 22-ാമത്തെ വയസ്സിൽ ആ കേട്ടുകൊണ്ടിരുന്ന യേശുവിനെ കുറിച്ച് ഒരു കാര്യം എനിക്ക് മനസ്സിലാവുകയാണ്. ആ യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്നും ആ മരിച്ചത് എൻ്റെ പാപം പോക്കാനുമാണെന്ന് അതുവരെ മനസ്സിലാകാത്തതുപോലെ മനസ്സിലാകുകയാണ്. മനസ്സിലായ ദിവസം ഞാൻ പറഞ്ഞു, യേശുവേ, ഐ റെസ്പോണ്ടഡ്. ഞാൻ തിരിച്ചു പ്രതികരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പാപങ്ങൾക്കായി നീ മരിച്ചതിന്, എൻ്റെ പാപങ്ങൾ നിക്ഷമിക്കുന്നതിന് ഞാൻ പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ കേട്ടുകൊണ്ടിരുന്നത് അന്നാണ് മനസ്സിലായത്. തലച്ചോറിനകത്ത്, നമ്മുടെ തലയ്ക്കകത്ത് ബ്രെയിൻ സെല്ലുകൾ ഉള്ളതുപോലെ നമ്മുടെ ഹൃദയത്തിനകത്ത് ബ്രെയിൻ സെല്ലുകൾ ഉണ്ടെന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന കാര്യമാണ്, ഗൂഗിളിൽ ഇല്ലാത്ത കാര്യമല്ല. തലച്ചോറിന് ചിന്തിക്കാൻ കഴിയുന്ന പോലെ നമ്മുടെ ഈ കുഞ്ഞു ഹൃദയത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഡോക്ടർമാരുടെ കണ്ടുപിടുത്തത്തിൽ ഈ കൊച്ചു ഹൃദയത്തിലാണ് ഇമോഷനുകളും ഈ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്ന. ഇവിടെ വേറൊരു സാധനം വർക്ക് ചെയ്യുന്നതെന്നാണ് അവരുടെ കണ്ടുപിടുത്തം. അതുകൊണ്ട് ആ ഹൃദയം കൊണ്ട് വിശ്വസിക്കണമെന്ന് ബൈബിൾ പറയുന്നതിന്റെ കാരണം, നമ്മൾ പലതും കേൾക്കാറുണ്ട് പക്ഷെ നമുക്ക് ഗ്രഹിക്കാറില്ല. ബൈബിളിലെ കാര്യം നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞത് ആ കാര്യം എനിക്ക് റെവലേഷൻ ആയതാണ്, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഗ്രഹിക്കാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ ബൈബിളിലെ പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും ആ കേട്ടതെല്ലാം എനിക്ക് റെവലേഷൻ ആയില്ല. റെവലേഷൻ ആകാത്ത ഒരു കാര്യവും എനിക്ക് പ്രയോജനപ്പെട്ടില്ല. യേശു കർത്താവ് മരിച്ചു എന്നത് ഞാൻ കേട്ടുകൊണ്ടിരുന്ന കാര്യമാണ്. പക്ഷേ 95-ലെ ഞാൻ കേട്ടപ്പോൾ എനിക്കത് റെവലേഷൻ ആയപ്പോൾ എനിക്കത് പ്രയോജനപ്പെട്ടു. ഞാൻ അതിനോട് പ്രതികരിച്ചു.